പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭ ഏക ശരീരമായി തീരുവാൻ ഇതാ ഒരപ്പത്തിൽ നിന്നും അവർ വിശപ്പടക്കുന്നു. സഭയ്ക്ക് ജീവിക്കാനുള്ളത് ഇതിലുണ്ട്. അപ്പത്തിൻ്റെ നഗരത്തിൽ ബെത്ലഹേമിൽ ജനിച്ചവൻ ഇതാ അപ്പമായി ഭൂമിയിൽ നിത്യം ജീവിക്കുന്നു. ബലിപീഠത്തിൽ ദിവ്യകാരുണ്യമായി കൂദാശയായി നിത്യം വാഴുന്ന ദൈവപുത്രനിതാ എന്നേക്കും വണങ്ങപ്പെടുന്നു. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ, നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ, നമ്മുടെ ഇടയനിതാ. ഒരു ബെൽജിയൻ അഗസ്റ്റീനിയൻ കന്യാസ്ത്രീയായിരുന്ന മുൻ കോർണറിലെ വാഴ്ത്തപ്പെട്ട ജിലിയാനയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: മകളെ, സമരസഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഇപ്പോൾ ഇല്ല. അത് സ്ഥാപിച്ചു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പെസഹാ ദിനത്തിൽ നിങ്ങൾ കൂടുതലായും പീഡാനുഭവമാണ് ധ്യാനിക്കുന്നത്. എന്നാൽ വിശുദ്ധ കുർബാനയുടെ ഓർമ്മദിനം നിങ്ങൾ കൂടുതൽ ഭക്തിയോടെ കൊണ്ടാടണം. കാരണം ഈ ദിവ്യരഹസ്യത്തിലുള്ള വിശ്വാസം ഇനിയും കൂടുതൽ ശക്തിപ്പെടണം. ഇപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. ഇനി അവിശ്വാസം വർദ്ധിച്ചു വരും. സത്യമറിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ ദിവ്യരഹസ്യത്തെക്കുറിച്ച് ശരിയായി നിങ്ങൾ പഠിപ്പിക്കണം. ജീവന്റെ ഉറവയിൽ നിന്ന് അവർ കുടിക്കട്ടെ. ബലിപീഠത്തിലെ ഈ മഹാകൂദാശിയോട് കാണിക്കുന്ന നിന്ദകൾക്കും അപമാനങ്ങൾക്കും പരിഹാരം ചെയ്യാൻ ആത്മാർത്ഥമായും അഗാധമായും ഈ കൂദാശയെ നിങ്ങൾ ആരാധിക്കുക. ജൂലിയാനയുടെ വാക്കുകൾ അന്നത്തെ സഭാപിതാക്കൾ വിശ്വസിച്ചില്ല. ഒടുവിൽ അവൾ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ആയപ്പോൾ 1244 ഉർബൻ മാർപ്പാപ്പ ഈ ദിവ്യരഹസ്യത്തെ തിരുസഭയിൽ പ്രഘോഷിച്ചു. അങ്ങനെ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ ആഴം സഭയിൽ ശക്തമായി. ഇത് സ്വർഗീയ രഹസ്യമായതിനാൽ സ്വർഗം തന്നെ അത് വാഴ്ത്തപ്പെട്ട ജൂലിയാനയിലൂടെ പ്രഘോഷിച്ചു. ഈ ദൈവീക ഇടപെടൽ വഴി അനേകം ദിവ്യകാരുണ്യ ഭക്തിപ്രചാരക പ്രവർത്തനങ്ങൾ സഭയിൽ ഉടലെടുത്തു. അനേകം മിഷണറിമാർ ഈ ദൗത്യം ഹൃദയത്തിലേറ്റെടുത്തു. കേരളത്തിലും അനേകം ദിവ്യകാരുണ്യ ഭക്തിപ്രചാരകർ ഈ ദൗത്യം ഏറ്റെടുത്തു. ചങ്ങനാശ്ശേരി രൂപതയിലെ ഫാദർ മാത്യു ആലക്കുളമച്ചനും ഫാദർ ജോസഫ് പറയിടമച്ചനും 1933 ഈ ദിവ്യദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആരംഭിച്ച വൈദിക സമൂഹമാണ് MCBS അഥവാ ദിവ്യകാരുണ്യ മിഷണറി സഭ. ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മീയത തെല്ലും ചോരാതെ തിരുസഭാ ശുശ്രൂഷയുടെ പാതകൾ പിന്നിട്ട് 8 പതിറ്റാണ്ടുകൾ ഇവർ പിന്നിടുന്നു. ദിവ്യകാരുണ്യമെന്ന അടിസ്ഥാന മൂലക്കല്ലിൽ പണിതീർത്ത ഒരു മനോഹര ഭവനമായി ഈ സഭ ഇന്ന് നിലനിൽക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിൽ 2 സന്യാസ സമൂഹങ്ങളാണ് ഉള്ളത്.
അതിൽ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടുള്ള നാമം സ്വീകരിച്ചിട്ടുള്ളത് ദിവ്യകാരുണ്യ മിഷണറി സഭയാണ്. ദിവ്യകാരുണ്യ മിഷണറി സഭയോടൊപ്പം ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹവും സിറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു സമൂഹമാണ്. ദിവ്യകാരുണ്യ മിഷണറി സഭ 1933 മെയ് 7 മല്ലപ്പള്ളിയിലാണ് ഉടലെടുത്തത്. ഈ സഭയുടെ 2 പിതാക്കന്മാർ ബഹുമാനപ്പെട്ട മാത്യു ആലക്കുളം അച്ഛനും ബഹുമാനപ്പെട്ട ജോസഫ് പറയടത്തലച്ഛനും 2 ഇടവക വികാരിമാരായിരുന്നു. ഇവരുടെ തീവ്രമായ സന്യാസ അഭിലാഷമാണ് പിന്നീട് ഒരു സമൂഹമായിട്ട്, സന്യാസ സമൂഹമായിട്ട് രൂപപ്പെടുവാനായിട്ട് ദൈവമായ കർത്താവ് ഇടയാക്കിയത്. വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാന ഭാവത്തെക്കുറിച്ചും ബലിയർപ്പണത്തിൻ്റെ ശുശ്രൂഷാ ചൈതന്യത്തെക്കുറിച്ചും ദിവ്യകാരുണ്യത്തിൻ്റെ സുവിശേഷ വീക്ഷണത്തെക്കുറിച്ചും ആദിമ ചൈതന്യത്തെക്കുറിച്ചും MCBS സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ പങ്കുവച്ചു. പുതിയ നിയമത്തിൻ്റെ താളുകളിൽ ഏറ്റവും അധികം കണ്ടെത്തുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെടുന്നത് നന്നായിരിക്കും. അതിൻ്റെ ആദ്യ ഭാവങ്ങൾ കാണുന്നത് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ആദ്യ ലേഖനത്തിലാണ്. ഒരുപക്ഷെ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്ന വാക്ക് പൗലോസ്ലീഹ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമാണ് അവിടെ സംഭവിക്കുക. അതിനോടടുത്ത 11-ാം അധ്യായത്തിൽ തന്നെ കർത്താവിൻ്റെ അത്താഴം എന്ന് പൗലോസ്ലീഹ വിശുദ്ധ കുർബാനയെ വിളിക്കുമ്പോൾ ഉത്ഥിതനായ കർത്താവിനോടുകൂടി ഈശോയുടെ ശിഷ്യന്മാർ, ഈശോയുടെ അനുയായികൾ, അവിടുത്തെ അനുഗമിക്കുന്നവർ കർത്താവിൻ്റെ അത്താഴം ആചരിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും ആചരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക. പക്ഷേ പൗലോസ്ലീഹായുടെ വീക്ഷണത്തിൽ കർത്താവിൻ്റെ അത്താഴം ഒന്നിച്ചാചരിക്കുന്നവർ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ തീർച്ചയായും അരൂപി നിലനിർത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അത് സാമൂഹിക തലങ്ങളിൽ പോലും സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവരിലേക്ക് പോലും ചെന്നെത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നിടത്താണ് ഒടുവിലത്തെ അത്താഴത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം വരിക. അതിനോടനുബന്ധപ്പെട്ട് സമവീക്ഷണ സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുതിയ ഉടമ്പടി, ഒടുവിലത്തെ അത്താഴം, അപ്പം മുറിക്കൽ, ഇത്തരം പേരുകൾ നമ്മളുടെ വായനകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈശോയുടെ അവസാനത്തെ അത്താഴം അത് വലിയൊരു ഓർമ്മയാണ്. ആ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത് അവിടുത്തെ പീഡാനുഭവ മരണോത്ഥാനങ്ങളുടെ അന്തസ്സത്തെ സ്വാംശീകരിക്കാനാണ്. മത്തായി സുവിശേഷകനെ പാപമോചനത്തിനായിട്ടുള്ള പുതിയ ഉടമ്പടി എന്നും, ലൂക്കാ സുവിശേഷകൻ അപ്പം മുറിക്കലെന്നും, സമവീക്ഷണ സുവിശേഷൻ അന്ത്യ അത്താഴമെന്നൊക്കെ പറയുമ്പോൾ വിവിധ പാരമ്പര്യങ്ങൾ, വിവിധ സമൂഹങ്ങൾ സ്വാംശീകരിച്ചതിൻ്റെ അന്തരാർത്ഥങ്ങളുടെ ധ്വനികൾ നമ്മുടെ മനസ്സിൽ ഉണരേണ്ടതാണ്. എന്തുകൊണ്ട് ലൂക്കാ സുവിശേഷകനും അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകവും അപ്പം മുറിക്കൽ എന്ന് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നു? കാരണം പങ്കുവയ്ക്കപ്പെടാൻ നിർബന്ധിതമായ പാവപ്പെട്ടവരുടെ സമൂഹമായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഓരോ അപ്പം മുറിക്കലുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ബാധ്യസ്ഥത നമ്മൾ ജനിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ലൂക്കായുടെ സമൂഹം പാപങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണല്ലോ. ഇതിൽ വരുന്ന മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹം ഇതിനെ ജീവൻ്റെ അപ്പം എന്നാണ് വിളിക്കുക. എന്നാൽ യൂദായുടെ ലേഖനത്തിൽ സ്നേഹവിരുന്നെന്ന പേരാണ് കൊടുക്കുക. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്ദേശം, ആദിമസഭയിലെ ഓരോ സമൂഹവും വിശുദ്ധ കുർബാനയുടെ ആന്തരിക ചൈതന്യം, ആത്മദാന ചൈതന്യം അവർ സ്വാംശീകരിച്ചു എന്നത് ഒരു പാരമ്പര്യമായി നിരന്തരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മറുവശത്ത് ശുശ്രൂഷയുടെ ഒരു വലിയ പാരമ്പര്യം നമുക്ക് കണ്ടെത്താനും സാധിക്കുമെന്നത് സത്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്കായി മോചനദ്രവ്യമാകാനുമാണെന്ന് പറയുമ്പോൾ കാലുകഴുകൽ ശുശ്രൂഷയുടെ അതേ ഭാവങ്ങൾ തന്നെ മർക്കോസ് സുവിശേഷകൻ തൻ്റെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. പാദം കഴുകലും പൗലോസ്ലീഹയുടെ ഫിലിപ്പിലേക്ക് എഴുതിയ ലേഖനത്തിലെ ക്രിസ്തുഗീതവും ഇതേ ആശയം തന്നെ അവതരിപ്പിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 വലിയ പാരമ്പര്യങ്ങളാണ് ഇടപെടുക. ഒന്ന് അപ്പത്തിൻ്റെ പാരമ്പര്യം, മറ്റൊന്ന്
ശുശ്രൂഷയുടെ പാരമ്പര്യം, ശുശ്രൂഷയ്ക്ക് പ്രതിഫലമില്ല എന്നുള്ള യാഥാർത്ഥ്യം ക്രിസ്തീയ ജീവിത ചിന്തയിൽ എപ്പോഴും നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതെ, ശുശ്രൂഷയുടെ ചൈതന്യമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സുഗന്ധം. ഇപ്പോൾ 394 വൈദികരും അനേകം വൈദിക വിദ്യാർത്ഥികളുമടങ്ങുന്ന ഇവരുടെ സമൂഹം ഇന്ന് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും ബ്രസീലിലും അമേരിക്കയിലും ന്യൂസിലാൻഡിലുമെല്ലാം ദിവ്യകാരുണ്യ പ്രേഷിത ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നു. ഈ സഭയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ദൗത്യം നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യമായ വിശുദ്ധ കുർബാനയുടെ ആഘോഷവും ആ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലുള്ള പ്രാർത്ഥനയിലൂടെ പ്രേക്ഷിത മേഖലകളിൽ ശക്തി സംഭരിക്കുന്നതിന് ആവശ്യമായ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതുമാണ്. ദിവ്യകാരുണ്യ മിഷണറി സഭയ്ക്ക് വിവിധ പ്രേക്ഷിത മേഖലകളിലും അജപാലന മേഖലകളിലും ധാരാളം പ്രവർത്തിക്കാനായിട്ട് ഉണ്ട്. സഭയിലെ വിവിധ ഇടവകളിലും രൂപതകളിലും അജപാലന ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യ മിഷണറി സന്യാസ സമൂഹം അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ വിവിധ പ്രേക്ഷിത മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യം പ്രവർത്തിക്കുന്ന മേഖലകളിൽ മുഴുവനും പ്രകടിപ്പിക്കുവാനുമായിട്ടാണ് ഈ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ പ്രധാനമായിട്ടും പരിശ്രമിക്കുക. ഈ സഭയ്ക്ക് എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയാണ് ഉള്ളത്. വിശുദ്ധ കുർബാനയുടെ അർപ്പണം സഭ ആഗ്രഹിക്കുന്ന വിധത്തിൽ പൂർത്തീകരിക്കുക, വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിന് ശേഷമുള്ള അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരുന്നു കൊണ്ട് പ്രേക്ഷിത മേഖലകളിലേക്ക് ആവശ്യമായ ചൈതന്യം സ്വീകരിക്കുക എന്നുള്ളതും ഈ സഭയുടെ ജീവിത ശൈലിയാണ്. ദിവ്യകാരുണ്യ സഭയിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ അച്ഛനാൽ ദൈവം ക്രമീകരിച്ച ഒരു വലിയ പ്രേക്ഷിത ശുശ്രൂഷയാണ് ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന ശുശ്രൂഷ. ഇന്ന് അനേകം അഗതികൾക്കും ആലംബഹീനർക്കും ദിവ്യകാരുണ്യനാഥൻ്റെ കരുണാർദ്രമായ സ്നേഹം പകർന്നു നൽകുന്ന ഒരു വലിയ പ്രവർത്തനമായി ദൈവം ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നു. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു എന്ന ഈശോയുടെ സ്നേഹവാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ദൈവമല്ലാതെ ഒന്നും സ്വന്തമില്ലാത്ത ദൈനംദിനം ദൈവപരിപാലനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആകാശപ്പറവുകൾ, ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹങ്ങൾ തിരുസഭയ്ക്കും ആകാശപ്പറവുകൾക്കും ദൈവം നൽകിയ വലിയ ദാനമാണ്. കർണാടക മിഷൻ, രാജസ്ഥാൻ മിഷൻ, മഹാരാഷ്ട്ര മിഷൻ, ആന്ധ്രാപ്രദേശ് മിഷൻ, തമിഴ്നാട് മിഷൻ എന്നിങ്ങനെ വിവിധ മിഷനുകളിലായി ഈ വൈദികർ തങ്ങളുടെ ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം അനേകർക്ക് പങ്കുവയ്ക്കുന്നു. ദിവ്യകാരുണ്യ മിഷണറി സഭ അതിൻ്റെ ആരംഭം മുതൽ തന്നെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പുറന്തള്ളപ്പെട്ടവരുടെയും ഉന്നമനത്തിനു വേണ്ടി അവരുടേതായ വിധത്തിൽ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ഇന്നും അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ചെന്നായ്പാറയിൽ പ്രവർത്തനക്ഷമമായിരിക്കുന്ന ദിവ്യഹൃദയാശ്രമം. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും മന്ദബുദ്ധികളുടെയും ഒക്കെ ഇടയിലുള്ള പ്രവർത്തനത്തിന് സഭ നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കുടമാളൂരിൽ അടുത്തുള്ള സമൃദ്ധി എന്ന് പറയുന്ന സ്ഥാപനം. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി സഭ കേരളത്തിൽ മാത്രമല്ല മിഷൻ പ്രദേശങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. മിഷൻ പ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ ഹോസ്റ്റലുകളിലൂടെയും അതുപോലെ തന്നെ മന്ദബുദ്ധികൾക്കും വികലാംഗർക്കും വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളിലൂടെയുമെല്ലാം അവളുടെ പ്രവർത്തനം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം
ഇന്നും ലോകത്തിൽ പെടുത്തുവാനായിട്ടാണ് ദിവ്യകാരുണ്യ മിഷണറി സഭാംഗങ്ങൾ പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയും ധ്യാന വിഷയമാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഈ വർഷത്തിൽ കാരുണ്യപ്രവർത്തികളിൽ കൂടുതൽ ഊന്നൽ നൽകുവാനും എപ്പോഴും ഈ കാരുണ്യപ്രവർത്തനങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടുള്ളതായിരിക്കുവാനും ദിവ്യകാരുണ്യ മിഷണറി സഭാംഗങ്ങൾ പരിശ്രമിക്കുന്നു. അതെ, ദിവ്യകാരുണ്യ സ്നേഹം പ്രഘോഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ദൗത്യമാണ്. ലോകമെങ്ങും സക്രാരിയിൽ വാഴുന്ന ദൈവം ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവാണെന്നും അത് ദിവ്യകാരുണ്യമാണെന്നും നാം ലോകമെങ്ങും പ്രഘോഷിക്കുക എന്നത് സ്വർഗത്തിൻ്റെ പദ്ധതിയാകുന്നു. വാഴ്ത്തപ്പെട്ട ജൂലിയാനയ്ക്ക് ഈശോ നൽകിയ ദർശനവും ഇത്തരം സന്ദേശങ്ങളായിരുന്നു. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചങ്കും ചക്രവാളവുമാണ്. കുർബാനയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നമ്മളെ എത്തിക്കുന്നത് വിശുദ്ധമായ ചില നല്ല അനുഭവങ്ങളിലേക്കാണ്. ഒത്തിരിയേറെ നിർവചനങ്ങൾ കുർബാനയെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആകർഷകവും വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടപ്പെട്ടതുമായൊരു നിർവചനത്തിലേക്ക് നമുക്ക് ഒന്ന് ശാന്തമായി പ്രവേശിക്കാം. കുർബാനയെക്കുറിച്ചുള്ള മനസ്സിൽ എപ്പോഴുമേ തങ്ങിക്കിടക്കുന്ന ഒരു നല്ല വിചാരമായിരുന്നു, അതൊരു മറവിയുടെ ഓർമ്മയാണ്. പലപ്പോഴും കുർബാന ഒരു ഓർമ്മയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊരു മറവിയുടെ ഓർമ്മയാണ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകാവുന്ന കുറേ അസ്വസ്ഥതകളുണ്ട്. എന്താണ് ഈ മറവി? കൃത്യമായിട്ടും നമ്മൾ കുർബാനയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളൊന്ന് പരിശോധിച്ചാൽ യേശു ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും മനോഹരമായി ഇതൾ വിരിയുന്ന വിശുദ്ധമായ മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ കുർബാന യേശുവിൻ്റെ ചരിത്രമാണ്. അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് 33 കൊല്ലം ഈ ഭൂമിയിൽ സ്വയം മറന്ന് ജീവിച്ചതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വിശ്വാസിയും വെല്ലുവിളികളിലാവുകയാണ്. നമുക്ക് നമ്മളെ മറക്കാൻ പറ്റുന്നുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രശസ്തിയിലും പരിഗണനയിലും എത്തുവാനുള്ള വെപ്രാളത്തിൽ നമ്മളൊക്കെ ഈ കുർബാനയുടെ ചൈതന്യത്തിൽ നിന്നും വഴുതിപ്പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈശോയുടെ ജീവിതത്തിൽ യേശു നേരിട്ട പ്രധാനപ്പെട്ട പ്രലോഭനം തന്നെ ചില ശക്തമായ ഓർമ്മകളിലേക്ക് പ്രവേശിക്കാനായിരുന്നു. പരസ്യജീവിതം തുടങ്ങുമ്പോൾ സാത്താൻ വന്ന് ഈശോയെ ഓർമ്മിപ്പിക്കുന്നത് പോലും, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്ക്. ഈശോ പ്രലോഭിതനായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുർബാന ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ സാധാരണത്വത്തിൻ്റെയും മാനുഷികതയുടെയും തലങ്ങളിൽ ഈശോ വളരെ ഭംഗിയായിട്ടാണ് ആ പ്രലോഭനത്തെ അതിജീവിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരമൊഴികളിലൂടെയും കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈശോ എത്ര ഭംഗിയായിട്ടാണ് തന്നിലെ നിക്ഷിപ്തമായ ആ നിയോഗങ്ങളോട് പ്രതിബദ്ധത പുലർത്തുക. ഒരിക്കൽ പോലും ഒരു മനുഷ്യനല്ലാതെ ഒരു ദൈവമായി മുന്നോട്ട് പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത് പോലുമില്ല. വീണ്ടും യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തിയ നേരങ്ങളിൽ കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ താഴെ നിന്ന പടയാളികൾ ആക്രോശിച്ചതുപോലും, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരാനാ പറയുക. നമ്മളാണെങ്കിൽ എപ്പം ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ക്രിസ്തു അവിടെയും ആ പ്രലോഭനത്തിൽ വീഴുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ കുർബാനയുടെ മനോഹാരിത എന്ന് പറയുന്നത് പോലും ഒരു ദൈവം ഭൂമിയിൽ 33 കൊല്ലം സ്വയം മറന്ന് ജീവിക്കുന്ന അനുഭവമാണ്. അൾത്താര ബലിയിൽ പങ്കെടുക്കുമ്പോൾ അൾത്താര നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതൊക്കെ തന്നെയാണ്. നിനക്ക് മറക്കാൻ പറ്റുമോ? സ്നേഹം
അല്ലെങ്കിൽ സൗഹൃദം, ബന്ധം എന്നൊക്കെ പറയണത് ഈ കുർബാനയുടെ നിഴൽ വീണ് നിൽക്കുമ്പോഴാണ് അതിന് കൂടുതൽ മനോഹാരിത ഉണ്ടാവുക. എത്രത്തോളം നമുക്ക് ഈ മറക്കാനുള്ള ദൈവകൃപ ലഭിക്കുന്നുണ്ട്. വിശുദ്ധ വചനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരിയേറെ ഇടങ്ങളിൽ ആളാകാമായിരുന്നു, ഒത്തിരിയേറെ ഇടങ്ങളിൽ കഴിവ് തെളിയിക്കാമായിരുന്നു, ഒത്തിരിയേറെ മേഖലകളിൽ കൃത്യമായ രീതിയിൽ ശക്തി കാഴ്ചവെക്കാമായിരുന്നു. പക്ഷേ അവിടെയൊന്നും കർത്താവ് അങ്ങനെയൊന്നും ചെയ്യാതെ കടന്നു പോകുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നീയും ഒരു സാധാരണക്കാരനെ പോലെ മനുഷ്യനായി ഈ ക്രിസ്തു ജീവിച്ചതുപോലെയൊക്കെ ജീവിക്കുവാനാണ്. അല്ലെങ്കിൽ തന്നെ ഒരാൾ സ്വയം മറന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഓർമ്മിക്കത്തക്ക യോഗ്യത പോലും ഉണ്ടാവുകയുള്ളൂ. ദൗർഭാഗ്യവശാൽ നമ്മളൊക്കെ ഇന്ന് പല മേഖലകളിലും പലതും ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങളിലാണ്. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ സ്വാർത്ഥതയും സങ്കുചിത മനോഭാവവും ശക്തമാകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഈ മനോഭാവം സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ ദൈവാനുഗ്രഹമെന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് പറ്റും. ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെയൊക്കെ പരിചയപ്പെടുമ്പോൾ മനസ്സിൽ തങ്ങുന്ന അവരെക്കുറിച്ചുള്ള നല്ല വിചാരം അവർ എല്ലാ അർത്ഥത്തിലും ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന, മറക്കുന്ന തലങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ്. വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബാംഗം തനിക്ക് വേണമെങ്കിൽ തൻ്റെ ജോലി സാധ്യതകളിൽ, ജോലിയുടെ വഴികളിലൊക്കെ നിൽക്കാമായിരുന്നിട്ടും പ്രായമുള്ള തൻ്റെ പ്രിയപ്പെട്ട അപ്പയെ ശുശ്രൂഷിക്കുന്ന രംഗം വളരെ ഹൃദയസ്പർശിയായിരുന്നു. അയാൾ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഈ അപ്പയെ ഒരു ഹോം നേഴ്സിനെ വെച്ച് ചികിത്സിപ്പിക്കാം. പക്ഷെ അതല്ല, എൻ്റെ അപ്പ എന്നെ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം യാതൊരു വിധത്തിലും ഒരു സ്വാർത്ഥനായിരുന്നില്ല. വേണമെങ്കിൽ എന്നെ സ്കൂളിൽ വിടാനായിട്ട് ഒരു വാഹനം അറേഞ്ച് ചെയ്യാം, പക്ഷേ അപ്പൻ്റെ തോളിലിരുന്നാണ് എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ ഞാൻ സ്കൂളിൽ പോയത്. മറ്റൊരാളെ വെച്ചുകൊണ്ടല്ല, സ്വയം എനിക്ക് വേണ്ടി നിന്നൊരപ്പ. അതുകൊണ്ട് ഈ അപ്പയുടെ ജീവിതത്തിൻ്റെ സായാഹ്നം എൻ്റെ മടിയിൽ തന്നെ ആകണം, അവസാനത്തെ ശ്വാസം എൻ്റെ കരങ്ങളിൽ വെച്ചാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് ഉണ്ടായിരിക്കുന്ന സർക്കാർ ഉദ്യോഗം പോയാൽ പോലും കുഴപ്പമില്ലച്ച. ഇതേപോലെ ഓരോ ബന്ധങ്ങളും സ്വയം മറന്ന് ജീവിതത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഇത് മുഴുവൻ കുർബാനകളുടെ മുഹൂർത്തങ്ങളായനെ. കാലങ്ങളായി ഈ വിശുദ്ധ അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന ഈ ബലി മുഹൂർത്തങ്ങളെ എൻ്റെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്താൻ നമുക്ക് പറ്റാതെ പോകുന്നത്? അടയാളങ്ങൾ കാണുമ്പോൾ ആട്ടം കാണുന്നവരെ, പ്രതീകങ്ങൾ കാണുമ്പോൾ പ്രതിമകളെ പോലെ നിൽക്കുന്നവരെ ഇന്ന് പള്ളികളിൽ ധാരാളമായി കണ്ടുവരുന്നൊരു കാലം. ഈ അപ്പത്തിൻ്റെ സന്ദേശത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാവാതെ വിരസമായും അലസമായുമൊക്കെ ബലിയർപ്പണങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ കാലം. നമുക്ക് അതിനൊക്കെ ഒരു മറുപടി കൊടുത്തേ പറ്റൂ. ഈ കുർബാന കൈമാറുന്ന ഈ വിപ്ലവകരമായ സന്ദേശം നമുക്കും ഏറ്റെടുക്കാം. ഇത് മറവിയുടെ ഒരു ഓർമ്മയാണ്. നമുക്കും മറക്കാം, പലതും മറക്കാം. അപ്പോൾ നമ്മളും ഈ ഭൂമിയുടെ ഏറ്റവും വിശുദ്ധമായ ഒരോർമ്മയാകും, കുർബാനയാകും. നമുക്ക് ആ കൃപകൾക്ക് വേണ്ടി ദൈവനടയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാഥ, കൂടെ വസിക്കണമേ എന്ന സ്തുതിമന്ത്രണങ്ങളാൽ വിശുദ്ധമാകുന്ന ഒരു കൂടാരം, അവനോടുകൂടെ ആയിരിക്കുവാനും അവരിനു വേണ്ടി മുറിയപ്പെടാനും വിളിക്കപ്പെട്ടവരുടെ ഇടം, ദിവ്യകാരുണ്യ സമൂഹം. സക്രാരിയുടെ തണലിൽ നിന്നും എല്ലാം പ്രവർത്തിക്കുക. അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിൽ നിന്നും അപ്പമായി മാറിയവനെ ലോകത്തിന് പങ്കുവയ്ക്കുന്ന പ്രേഷിത വേല. ഈ കലുഷിത കാലഘട്ടത്തിൻ്റെ ഉത്തരം ജീവന്റെ ഉറവയായ ദിവ്യകാരുണ്യമെന്ന് എങ്ങും പ്രഘോഷിക്കുന്ന സമൂഹം. അതാണ് ദിവ്യകാരുണ്യ മിഷണറി സഭ. ദിവ്യകാരുണ്യമെന്ന പരമോന്നത രഹസ്യത്തെ ലോകത്തിൽ പ്രഘോഷിക്കുന്ന തീഷ്ണതയുള്ള പ്രവാചകരായി ഇവർ ഉണരട്ടെ. ദിവ്യകാരുണ്യം എങ്ങും പ്രഘോഷിക്കപ്പെടട്ടെ. ജീവന്റെ അപ്പം എങ്ങും ആരാധിക്കപ്പെടട്ടെ. അങ്ങനെ വാഴ്ത്തപ്പെട്ട ജൂലിയാനയ്ക്ക് ഈശോ നൽകിയ ദർശനങ്ങൾ ലോകമെങ്ങും പ്രാവർത്തികമാകട്ടെ. തിരുസഭയുടെ ശക്തിസ്രോതസ്സായ ഈ ദിവ്യകാരുണ്യം യുഗാന്ത്യത്തോളം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ.
മാ